സിറിയയിൽ ഇസ്രായേൽ അധിനിവേശം. സിറിയയുടെ തന്ത്രപ്രധാനമായ മേഖലകളെ ഓരോന്നായി ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ഇസ്രായേലി സേന. ഞായറാഴ്ച അർദ്ധരാത്രി നടന്ന ആക്രമണം ചരിത്രത്തിൽ തന്നെ ഏറ്റവും രൂക്ഷമായ ആക്രമണമാണെന്ന് സിറിയ തന്നെ വ്യക്തമാക്കുന്നു. ടാർട്ടസ് അടക്കമുള്ള തീരദേശ മേഖലകളിൽ, ലഡാക്ക് അടക്കമുള്ള തീരദേശ മേഖലകളിലെ സായുധ കേന്ദ്രങ്ങളിലേക്ക്, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക്, മിസൈൽ സംഭരണ കേന്ദ്രങ്ങളിലേക്കൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. അതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഭൂമി പിളർത്തുന്ന ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയെ പിളർത്തി മാറ്റുന്നു. ഭൂമിക്കടിയിൽ മീറ്ററുകൾക്ക് താഴെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആയുധങ്ങൾ പോലും കണ്ടെത്താനുള്ള ആക്രമണം. കഴിഞ്ഞ മണിക്കൂറുകളിൽ സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂകമ്പത്തിൻ്റെ പ്രതീതി തന്നെയാണ് സിറിയയിൽ സൃഷ്ടിച്ചത്. ടാർട്ടസ് അടക്കമുള്ള മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെ വ്യാപ്തി ഭൂകമ്പമാപിനിയിൽ പോലും പതിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റിക്ടർ സ്കെയിലിൽ 3 പോയിൻ്റാണ് ഭൂകമ്പമാപിനിയിൽ ആ ആഘാതം രേഖപ്പെടുത്തിയത്. അതായത് ഒരു വൻ ഭൂകമ്പത്തിൻ്റെ തോതായിരുന്നു കഴിഞ്ഞ മണിക്കൂറിലെ ആക്രമണത്തിനുണ്ടായിരുന്നത്. ഭൂമി പിളർക്കുമാറ് പ്രഹരശേഷിയുള്ള വമ്പൻ ടൺ കണക്കിന് ഭാരമുള്ള വമ്പൻ ബോംബുകളാണ് സിറിയയിലേക്ക് ഇസ്രായേൽ വർഷിച്ചത്. എന്തുകൊണ്ടാണ് ഈ ടാർട്ടസ് മേഖലയെ ഇത്ര ഘോരമായി ആക്രമിക്കാൻ ഇസ്രായേൽ മുതിരുന്നത്? അവിടെ ഒരു ചരിത്രമുണ്ട്. 1971 ശേഷം ആദ്യമായിട്ടാണ് ആ മേഖലകളിലേക്ക് ഒരു കടന്നുകയറ്റം ഇസ്രായേൽ നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇറാൻ നിയന്ത്രിതമായ, റഷ്യ നിയന്ത്രിതമായ പ്രദേശമാണ് ടാർട്ടസ്. ടാർട്ടസിൽ റഷ്യയ്ക്കൊരു തുറമുഖം തന്നെയുണ്ട്. അതുമാത്രവുമല്ല, 2015 സിറിയയിലെ ആഭ്യന്തര കലാപം അട്ടിമറിക്കാൻ റഷ്യൻ സേന എത്തിയത് ഈ തുറമുഖം വഴിയാണ്. അപ്പോൾ സിറിയയുടെ നേരത്തെയുള്ള സുഹൃത്തുക്കളായ റഷ്യയ്ക്കും അതുപോലെ ഇറാനും ഏറ്റവും അധികം സ്വാധീനമുള്ള, അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലയായി കരുതപ്പെടുന്ന മേഖലകളാണ് തീരദേശ മേഖലകളായ ടക്കാരിയ, ടാർട്ടസ് അടക്കമുള്ള മേഖലകൾ. ഈ മേഖലകളിലേക്കാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ അതിമാരകമായ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നത് ഭൂകമ്പത്തിന് തുല്യമായ ആക്രമണം. ഒരു പ്രദേശം മാത്രമല്ല, സിറിയയുടെ തെക്കൻ പ്രദേശങ്ങൾ ഒന്നാകെ കുലുങ്ങി വിറച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിനിടെ സിറിയയിലെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഇസ്രായേലി സേന കടന്നു കയറുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. സിറിയയിലെങ്ങും കൂരിട്ടാണ്. സിറിയയിലെ വൈദ്യുതി ഇസ്രായേലി സേന വിച്ഛേദിച്ചു. സിറിയയിലെ വെള്ളം നിലച്ചു, വെള്ള വിതരണം നിലച്ചു. അങ്ങനെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങളെപ്പോലും ആക്രമിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള കുറ്റപ്പെടുത്തലുകളാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അതേസമയം സിറിയയിലെ ഇസ്ലാമിക ഭീകരരുടെ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി ആക്രമിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ വിമതസേനയായ HTSൻ്റെ തലവൻ മുഹമ്മദ് അൽ ജൊലാനി വലിയ ഭീഷണി ഇസ്രായേലിന് നേരെ മുഴക്കിയത്. ഇനിയും സിറിയയെ തൊടാനാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെങ്കിൽ, നീക്കമെങ്കിൽ അതിനുള്ള വലിയ തിരിച്ചടി ഇസ്രായേലിനുണ്ടാകുമെന്നായിരുന്നു ജൊലാനിയുടെ വെല്ലുവിളി. അതിന് തക്ക ശിക്ഷ നൽകാൻ ഞങ്ങൾ സന്നദ്ധരാണെന്നും അതിനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടെന്നും ഇനിയും സിറിയയുടെ ഭാഗത്തേക്ക് ഇസ്രായേലിൻ്റെ കണ്ണുപോലും പതിയരുതെന്നായിരുന്നു ജൊലാനിയുടെ മുന്നറിയിപ്പ്. ജൊലാനിയുടെ വെല്ലുവിളിയും വീമ്പടിയും വന്ന് മിനിറ്റുകൾക്ക് പിന്നാലെ സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ അടുത്ത ആക്രമണം ഉണ്ടായി. ഇത്തവണത്തെ ആക്രമണം സാധാരണ ആക്രമണമായിരുന്നില്ല. ഇതൊരു വമ്പൻ ആക്രമണമായിരുന്നു. അതിമാരകമായ ആക്രമണം, ഭൂമി പിളർത്തുന്ന ആക്രമണം. ഇസ്രായേലിലെ ജനജീവിതം ആകെ താറുമാറായിരിക്കുന്നു. 5 മണിക്കൂറിനുള്ളിൽ നടത്തിയത് 61 വ്യോമാക്രമണങ്ങൾ, പ്രയോഗിച്ചതാകട്ടെ ടൺ കണക്കിന് ഭാരമുള്ള മാരക ബോംബുകളും. അങ്ങനെ സിറിയയുടെ ഒരു പ്രദേശം മുഴുവൻ ഛന്ന ഭിന്നമായി, നാമാവിശേഷമായി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനു പിന്നാലെ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ കൈകുപ്പി, ഇസ്രായേൽ എന്ന രാജ്യത്തിന് മുന്നിൽ കൈകുപ്പി താണുകേണ് വീണ് അപേക്ഷിക്കുകയാണ് ജൊലാനി. ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഇനിയും ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പോ ശക്തിയോ ഞങ്ങൾക്കില്ല, ഞങ്ങളെ കൈവിടരുത്. അത്രത്തോളം ശക്തമായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. അതേസമയം ഗോലാൻ കുന്നിലേക്ക് കൂടുതൽ ഇസ്രായേലി സൈനികരും ഇസ്രായേലി പൗരന്മാരെയും എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഗോലാൻ കുന്നിലെ ഇസ്രായേൽ അധീന പ്രദേശങ്ങളിൽ
100,000-ഓളം സിവിലിയൻസ് ആണ് താമസമുള്ളത്. എന്നാൽ ഈ പ്രദേശത്ത് ജനസംഖ്യ ഇരട്ടിയാക്കാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയാണ് ഹെർമൻ പർവ്വതത്തിലെ സിറിയയുടെ ബേസ് ക്യാമ്പ് ഇസ്രായേൽ തകർത്തത്. അവിടെ ഇസ്രായേൽ തങ്ങളുടെ ബേസ് ക്യാമ്പ് സ്ഥാപിച്ചിരിക്കുന്നു. ഹെർമൻ പർവ്വതമൊന്നാകെ ഇസ്രായേലിൻ്റെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു. ഗൊലാൻ കുന്നിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനും ഗൊലാൻ കുന്നിൽ കൂടുതൽ ഇസ്രായേലികൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കാനുമുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. ഗൊലാൻ കുന്നും ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിലേക്ക് നിരവധി കിലോമീറ്ററുകൾ പിടിച്ചെടുത്തിരിക്കുന്നു ഇസ്രായേൽ. ഈ മേഖലയിലെ ഇസ്രായേലിൻ്റെ ആധിപത്യം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ HTS നേരത്തെ ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് HTSന്റെ ആയുധ കലവറകൾക്ക് നേരെ ഇസ്രായേലിൻ്റെ ശക്തമായ വ്യോമാക്രമണം ഉണ്ടായത്. ഏറ്റവും പ്രധാന കാര്യം, ടാർട്ടസിലെ റഷ്യൻ തുറമുഖത്തിന് സമീപമാണ് ഇസ്രായേലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ സ്ഫോടനം നടന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. റഷ്യയെയും ഇറാനെയും സിറിയയിൽ നിന്ന് ഓടിക്കാനുള്ള ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഡിസംബർ 11 സിറിയയിലെ ഡമാസ്കസിലെ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെയാണ് ആദ്യമായി ഇസ്രായേലി സേന സിറിയയിലേക്ക് ആക്രമണം നടത്തുന്നത്. 48 മണിക്കൂറിനിടയിൽ 2 തവണ ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തി. സിറിയയുടെ ആയുധശേഷിയുടെ 80% അന്ന് തകർത്തു കളഞ്ഞു IDF. അതിന് പിന്നാലെ നിരന്തരം സിറിയയുടെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുകയാണ്. സിറിയ വൻതോതിൽ ആയുധശേഖരം സംഭരിച്ചിരുന്നു. ആ ആയുധശേഖരം ഒരിക്കലും ലോകത്തെ ഇസ്ലാമിക ഭീകരർക്ക്, പ്രത്യേകിച്ച് സിറിയയുടെ അയൽ രാജ്യങ്ങളായ ലെബനനിലെയും അതുപോലെ തന്നെ ഇറാനിലെയും ഒക്കെ ഇസ്ലാമിക ഭീകരർക്ക് ലഭിക്കരുത്. ഇതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് ഏറ്റവും അനുയോജ്യമായത് ആക്രമിച്ച് ആ ആയുധങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ പരിശ്രമമാണിപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും സിറിയയുമായുള്ള അതിർത്തിയിൽ ശക്തമായ പ്രതിരോധം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ അവിടെ കിടങ്ങുകൾ അടക്കം നിർമ്മിച്ചു കഴിഞ്ഞു. അവിടെ പീരങ്കിപ്പട എന്തിനും സജ്ജമായി കാത്തു നിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് സിറിയയുടെ വിവിധ മേഖലയിലേക്ക് ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തുന്നത്. 10 കണക്കിന് ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിച്ചു കൊണ്ടുള്ള ആക്രമണമാണ് ഓരോ ദിവസവും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്നും സിറിയയുടെ ആയുധശേഖരമെല്ലാം നശിപ്പിച്ച ശേഷം മാത്രമേ ഞങ്ങൾ ആക്രമണം നിർത്തുകയുള്ളൂ എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകുന്ന വിവരം. എന്തായാലും സിറിയയിൽ നിന്ന് ഒരായുധം പോലും ഹിസ്ബുള്ളയ്ക്കോ ഹൂതികൾക്കോ ഹമാസിനോ ലഭിക്കരുത് എന്ന വാശിയിൽ തന്നെയാണ് ഇസ്രായേലി സൈന്യം.